ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മൾ ഈവനിങ് സ്കൂളൊക്കെ വിട്ട് വന്നതിന് എടുത്താട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്കും നല്ല നീല സ്കൈ, എനിക്ക് സ്കൈയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. സോ ഞാൻ നോക്കിയത് നല്ല സ്കൈയും ഇന്ന് കുറേ ദിവസം കൂടി വെയിലൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഓടിപ്പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നു. അത് നേരെ കോഫി കുടിക്കാൻ പോയി. കോഫിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ ചിപ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടായിരുന്നു ഞാൻ ഈവനിങ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്സ് എടുക്കാൻ പാകത്തിന് വെറൈറ്റി കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പിന്നെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഫുൾ ഡേ ആയിട്ട് ഈ ഫോണില്ല, എൻ്റെ ഫോണിലൊട്ട് ക്ലാരിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് ടെറസിലൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ചുമ്മാ എല്ലാവരും ഉണ്ടായിരുന്നു, വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കാറായിരുന്നു കേട്ടോ. അന്നേരം പൂവൊക്കെ പറിക്കാൻ പോയി. തുളസിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തുളസി ഇടയ്ക്കിടയ്ക്ക് പറിച്ച് തിന്നുന്ന ശീലമുണ്ട്. സോ വിളക്കത്തിക്കുന്നതിന് എന്തായാലും തുളസി പറിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് തിന്നാറുണ്ട്. അങ്ങനെ അത് തിന്നു. ഓക്കെ, അപ്പോഴത്തേനും ഒരു 6 മണിക്കാവാറായി. പിന്നെ വിളക്ക് കത്തിച്ചു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പഠിക്കാൻ ഇന്ന് കുറച്ചുള്ളായിരുന്നു. സാധാരണ ഞാൻ 11 മണിയൊക്കെ കഴിയും പഠിച്ച് കഴിയുമ്പോഴത്തേനും. ഇന്ന് ഞാൻ 9 മണിക്ക് തീർന്നു. ഇന്ന് ഹോംവർക്ക് മാത്രമുള്ളായിരുന്നു, പഠിക്കാനൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അയ്യോ അല്ലേ ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, പട്ടീനെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് കണ്ടുപോയി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ പോയിട്ട് ലേസ് മാത്രമൊന്നുമല്ല കേട്ടോ വാങ്ങിച്ച്, വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തേനും 8:40 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. പിന്നെ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ചു. അത് നമ്മൾ ഉറങ്ങാൻ പോയി. 11 മണിക്കാവാറായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.